എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോസിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് എങ്ങനെ വൈറ്റ് ബോർഡ് കാർട്ടൂൺ മൂവീസ് ക്രിയേറ്റ് ചെയ്യാം ഉള്ള കാര്യങ്ങളാണ്. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബിനും തൊട്ടുവരുന്ന ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോയിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഗിവ് അനൗൺസ്മെൻറ്റ്. അതായത് നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബർ ആകുമ്പോൾ ഒരാളെ റാൻഡമായി പിക്ക് ചെയ്ത് MI സ്മാർട്ട് ബാൻഡ് ഗിവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗിവ് വേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം: നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ലൈക്കും ഷെയറും ചെയ്യുക. ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റിലൂടെയാണ് നമ്മൾ വിന്നറെ പിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോയിട്ട് കിടക്കാം. ഫ്രണ്ട്സ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ പെർമിഷൻസ് ചോദിക്കും. അതൊക്കെ വായിച്ച് നോക്കി നിങ്ങൾ അലോ കൊടുത്താൽ മതി. അടുത്തായിട്ട് നിങ്ങൾക്ക് താഴെ പ്ലസ് ബട്ടൺ ഐക്കൺ കാണും. അതായത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പുതിയ മൂവി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് മൂവീൻ്റെ ടൈറ്റിൽ ചോദിക്കും. നിങ്ങൾക്ക് ഏത് ടൈറ്റിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ടൈറ്റിൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് താഴെ യൂട്യൂബ് എന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് എന്ന് ചൂസ് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് മൂവി എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തായിട്ട് ഒരു വർക്ക് സ്പേസ് വരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നിങ്ങൾക്ക് വർക്ക് സ്പേസിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു ബ്രഷ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബ്രഷ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ടെംപ്ലേറ്റ്സ് കളർ വരുന്നതാണ്. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ബ്ലൂ ചൂസ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റിൻ്റെ കളർ മാറുന്നതാണ്. അടുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്മൈലി ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഇതിലോട്ട് ടെംപ്ലേറ്റ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ഇമേജസും ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഇതിലത്തെ ഏത് ടെംപ്ലേറ്റ്സ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മൊത്തം ഫ്രീ ആണ്. ഇതിൻ്റെ പ്രോ വെർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആഡ് മാത്രം വരും. ആഡ് ഫ്രീ ആവാൻ നിങ്ങൾ നെറ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ആഡും കാര്യങ്ങളൊന്നും വരില്ല. അടുത്തായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഗാലറിയിലുള്ള ഇമേജ് ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേലെയായിട്ട് ആഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. അടുത്തായിട്ട് നിങ്ങൾക്ക് ഗാലറിയിലുള്ള ഏത് ഇമേജസ് വേണമെങ്കിലും ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ട്സ് ഗാലറിയുള്ള ഇമേജ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതായത് ക്രോപ്പ് ചെയ്യാൻ പറയും. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ആക്കാൻ പറ്റുന്നതാണ്. മേലെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രാഗ് ചെയ്താലും മതി. ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സൈസ് ഇൻക്രീസ് ആക്കണമെങ്കിൽ സൈസ് ഇൻക്രീസ് ആക്കാം. അതുപോലെ തന്നെ ഈ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ വേണമെങ്കിൽ ഡ്യൂറേഷൻ കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ കുറയ്ക്കാവുന്നതുമാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ സൈസിനനുസരിച്ച്. എന്നിട്ട് നിങ്ങൾ ഈ സെറ്റിങ്സ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാവുന്നതാണ്. താഴെ അതായത് ഷെയർ ബട്ടൻ്റെ മേലെയായിട്ട് ഒരു പ്രിവ്യൂ ബട്ടൺ ഉണ്ടാവും. നിങ്ങൾ പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ആഡ് ചെയ്ത ടെംപ്ലേറ്റ് കറക്റ്റായിട്ട് ഇതിലോട്ട് വരുന്നതാണ്. പ്ലേ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലോട്ട് മ്യൂസിക് വേണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാം. അതിനൊക്കെ നിങ്ങൾക്ക് സൈഡിലോട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഇതിലോട്ട് വേണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നിങ്ങളിവിടെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് കളറിന് സൈസൊക്കെ നിങ്ങൾക്ക് മേലെ സെറ്റിങ്സിൽ അലൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. സെൻറ്റർ വേണമെങ്കിൽ സെൻറ്റർ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അതായത് സൈസും പോസും ഡ്യൂറേഷനും ഒക്കെ ഇതിലും സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ പ്ലേ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ടെക്സ്റ്റ് അടക്കം ഇതിലോട്ട് ഡിസ്പ്ലേ ആവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഏത് ഇമേജാണ് ആദ്യം ആഡ് ചെയ്തത് അതാണ് വരുന്നത്. അടുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഉള്ളിലായിട്ട് എഴുതുന്ന കാണാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റ് വേണമെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഇതിലോട്ട് ഒരു പുതിയ ക്ലിപ്പ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണും. ഇതിൽ പ്ലസ് എന്നൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു സ്ലൈഡും വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്ത് ഇമേജ് വേണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതിന് നിങ്ങൾ ഏത് ഫോർമാറ്റാണ് ആദ്യം തന്നെ ചൂസ് ചെയ്തത് അതേ ഫോർമാറ്റിലായിരിക്കും എക്സ്പോർട്ട്. നിങ്ങളിവിടെ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മൂവി നെയിം കൊടുക്കും. അടുത്തായിട്ട് നിങ്ങൾക്ക് മേക്ക് മൂവി എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂവി റെൻഡറിങ് ആവുന്നതാണ്. നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും. ടൈം എടുത്ത് നിങ്ങളുടെ ഗാലറിയിലോട്ട് ഡയറക്റ്റായിട്ട് സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മൂവിയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അടുത്ത എല്ലാവരുടെയും ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഉള്ള കാര്യങ്ങൾ. അതായത് കുറേ കാർട്ടൂൺ മൂവീസിനൊക്കെ ഏകദേശം ഇതേ ക്ലിപ്പ് കാർട്ടൂൺസാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടോക്സ് ഒക്കെ പറയുന്ന ചാനലിനൊക്കെ ഇതാണ് അവർ കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡയറക്റ്റായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും. അതായത് ഇതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന മൂവീസൊക്കെ നമുക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. യാതൊരു കോപ്പിറൈറ്റ് ഇഷ്യൂസും വരില്ല. അതായത് ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ സൗണ്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കോപ്പിറൈറ്റ് സൗണ്ട് നോൺ കോപ്പിറൈറ്റ് സൗണ്ട് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നോൺ കോപ്പിറൈറ്റ് സൗണ്ടും കൂടി ഇതിൽ ആഡ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ കോപ്പിറൈറ്റ് ഇഷ്യൂസും വരില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ.